നമസ്കാരം, ഏവർക്കും ഡെയിലി മാർക്കറ്റ് ന്യൂസിന്റെ മറ്റൊരു ഈവനിംഗ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നേട്ടത്തിന്റെ ഒരാഴ്ച തന്നെയായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നല്ല നേട്ടത്തിലായിരുന്ന ഇന്ത്യൻ വിപണി കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൽ തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയത്. RBIയുടെ മോണിറ്ററി പോളിസി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈ ആഴ്ച എത്തരത്തിലായിരിക്കും അവരുടെ ഒരു പ്രകടനം എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കൂടാതെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റുകളായ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നമ്പേഴ്സ് പുറത്തു വരും. കൂടാതെ ഇന്ത്യയിൽ നിന്നും ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്തുകൾ പുറത്തു വരാനുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാനഡ, ഓസ്ട്രേലിയ, യൂറോ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകളാണ് പുറത്തു വരുന്നത്. ഒത്തിരിയേറെ സംഭവ വികാസങ്ങളുള്ള ഒരാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല വൊളറ്റാലിറ്റി ആയിരിക്കും ഈ ആഴ്ചയും നമുക്കുണ്ടാവുക. ഇനി നമ്മുടെ എക്സ്ക്ലൂസീവ് ഓഫറിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷണൽ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ 50% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണിയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് ആദ്യം വരാം. 5 ദിവസത്തെ റാലി അവസാനിപ്പിച്ച് നിഫ്റ്റിയും സെൻസെക്സും. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ റിപ്പോ നിരക്കിൽ മാറ്റമൊന്നുമില്ല. ഇനി ഡിസംബർ 5-ാം തീയതിയിലെ വ്യാഴാഴ്ചത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ കണ്ടവർക്കറിയാം, RBI ക്യാഷ് റിസർവ് റേഷ്യോയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൃത്യമായി തന്നെ CRR നിരക്ക് വെള്ളിയാഴ്ച RBI കുറച്ചു. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസത്തെയും പ്രീ മാർക്കറ്റ് വീഡിയോസ്, ഇനിയിപ്പോൾ ഒരുപക്ഷെ നമ്മുടേതല്ല മറ്റേതെങ്കിലും നല്ല പ്രീ മാർക്കറ്റ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കാണാൻ ശ്രമിക്കുക. അന്നേ ദിവസത്തെ ഏറ്റവും വാല്യുബിൾ ആയ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. ഇനി ഈ RBI MPC മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ബാങ്ക് നിഫ്റ്റി ഫോക്കസിൽ ഉണ്ടായിരുന്നെങ്കിലും 94 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പ് വെള്ളിയാഴ്ച 263 പോയിന്റ്സ് ഉയർന്നു. സ്റ്റോക്കുകളിൽ മാരുതി സുസുക്കി ആയിരുന്നു ഫോക്കസിൽ ഉണ്ടായിരുന്നത്. അവരുടെ പ്രൈസ് വർദ്ധിപ്പിച്ചു എന്ന വാർത്ത വന്നതോടെ സ്റ്റോക്ക് 2% ഉയർന്നു. കൂടാതെ ഓട്ടോ സ്റ്റോക്കുകൾ മൊത്തത്തിൽ വെള്ളിയാഴ്ച നേട്ടമുണ്ടാക്കി. $57 മില്യൺ ജപ്പാനീസ് കമ്പനിയുമായി സമൃദ്ധ മദർസൺ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന വാർത്ത വന്നതോടെ സ്റ്റോക്ക് 2% ഉയർന്നു. MCX റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. സ്റ്റോക്ക് 8% ഉയർന്നു. ഇനി നമുക്ക് നിഫ്റ്റി വീക്ക്ലിയിലും മന്ത്ലിയിലും ഒന്ന് അനലൈസ് ചെയ്യാം. എത്തരത്തിലാണ് അടുത്ത ആഴ്ച നിഫ്റ്റിയുടെ പ്രകടനം ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വിലയിരുത്താം. ആദ്യമായി വീക്ക്ലി ചാർട്ടിലെ ക്യാൻഡിൽ ഒന്ന് പരിശോധിക്കാം. ചെറിയ അപ്പർ ലോവർ വീക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 2.27% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ തുടർച്ചയായ 3-ാമത്തെ ആഴ്ചയും നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നു. ഇനി ടെക്നിക്കലായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളത് എന്ന് നോക്കാം. 5 വീക്ക് EMA അതിന് മുകളിലായിട്ടാണ് കഴിഞ്ഞ ആഴ്ച തന്നെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഈ ആഴ്ചയും അതിന് മുകളിൽ തന്നെയാണ് എന്നത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും കാത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് 5 വീക്ക് EMA 20 വീക്ക് EMAയെ ക്രോസ് ഓവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അത്തരത്തിലൊരു ക്രോസ് ഓവർ നടക്കുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആയി കാണാൻ കഴിയുന്നത് 24,850 മുതൽ 24,860 വരെയുള്ളത് അപ്സൈഡിലെ ഇനി ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അതിനുശേഷം 25,000 ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 20 EMA ഒക്കെ വരുന്ന ആ ഒരു സോൺ 24,500, 550 ആ ഒരു സോൺ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുകളിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയായിരുന്നു. 2.76% ഉയർന്നാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും തുടർച്ചയായ 3-ാമത്തെ ആഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ആദ്യം നമുക്ക് മന്ത്ലിയിൽ നിന്ന് ആരംഭിക്കാം. ബാങ്ക് നിഫ്റ്റി ചാനൽ പാറ്റേണിൻ്റെ പിവറ്റിന് മുകളിലായിട്ടാണ് മന്ത്ലിയിലും വീക്ക്ലിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തത് 5 വീക്ക് EMA അഥവാ ചാനൽ പാറ്റേണിൻ്റെ പിവറ്റിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറിയത്. അപ്പോൾ ഡൗൺ സൈഡിൽ ആ ഒരു പിവറ്റിൻ്റെ ആ ഒരു സപ്പോർട്ട് ലെവൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 53,900 തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഹൈ എന്ന് പറയുന്നത് ആ ലെവലായിരുന്നു. ആ ലെവൽ ക്രോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റി 54,350 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെയും ഡെയിലി ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഫോം ആയിരിക്കുന്നത്.
അത് ഒരുപക്ഷെ ഒരു ചെറിയ റിവേഴ്സലൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലുള്ളത് ബാങ്ക് നിഫ്റ്റിക്ക് ആയതുകൊണ്ടും മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രെങ്ത് ഉള്ളത് കാരണവും പക്ഷേ നമ്മൾ ഒത്തിരിയേറെ വാച്ച് ചെയ്യേണ്ട മറ്റ് ധാരാളം ഗ്ലോബൽ ഇവൻസുകളുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്ലോബൽ ഇവൻറ്റ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. ഇനി നമ്മുടെ എക്സ്ക്ലൂസീവ് ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ നൽകിയിട്ടുണ്ട്. 50% ഡിസ്കൗണ്ടിലാണ് നമ്മുടെ എല്ലാ ഓഫറുകളും ഉള്ളത്. സീറ്റുകൾ ഫുള്ളാവുന്നതോടെ നമ്മൾ ഈ ഓഫർ നിർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഇവൻസിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച എത്രയോ മുഖ്യമായ ഇവൻറ്റ്സ് ആണ് കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിസർവ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. ഈ ആഴ്ചയും ഒട്ടും തന്നെ പിന്നിലല്ല. ഒത്തിരിയേറെ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്ന ഒരു ആഴ്ച കൂടിയാണിത്. ഓസ്ട്രേലിയ, കാനഡ, യൂറോ തുടങ്ങിയവിടങ്ങളിൽ നിന്നുമുള്ള സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് പുറത്തു വരുന്നത്. ഗ്ലോബലിയും ഇന്ത്യയിൽ നിന്നും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളിലേക്കാണ്. ആദ്യം തിങ്കളാഴ്ച ഡിസംബർ 9 ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് വോഡാഫോൺ ഐഡിയയുടേതും മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റേതുമാണ്. ഇനി ചൈനയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് തിങ്കളാഴ്ച പുറത്തു വരുന്നത്. ഇനി ഡിസംബർ 10 ചൊവ്വാഴ്ച ഓസ്ട്രേലിയയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരും. ചൈനയുടെ എക്സ്പോർട്ട്സ് ഇമ്പോർട്ട്സ് ഡാറ്റയാണ് പുറത്തു വരുന്നത് അന്നേ ദിവസം തന്നെ. ബുധനാഴ്ച ഡിസംബർ 11 US ഇൻഫ്ലേഷൻ ഡാറ്റ, കാനഡയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഒപെക് മന്ത്ലി റിപ്പോർട്ട് തുടങ്ങിയവയാണ് പുറത്തു വരുന്നത്. ഒപെക്കിൻ്റെ ഈ റിപ്പോർട്ട് ഓയിൽ പ്രൈസുകളിൽ ഒരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഡിസംബർ 12 ഇന്ത്യയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇന്ത്യയുടെ ബാങ്ക് ലോൺ അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് എന്നിവ RBIയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇൻഫ്ലേഷൻ റേറ്റ് ആണ് പുറത്തു വരുന്നത് വ്യാഴാഴ്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത് തന്നെയായിരിക്കും. ഗ്ലോബലി ഒത്തിരിയേറെ ഇവൻറ്റ്സ് ഉള്ള ഒരു ആഴ്ച തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാ ഇവൻറ്റ്സും എല്ലാ അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.